അച്ഛ ഈ ഗുളിക കഴിക്ക്. വേണ്ട അച്ഛ ഗുളിക കഴിക്ക്. വേണ്ട, നിന്റെ ഒന്നും വേണ്ട എനിക്ക്. അച്ഛ പ്ലീസ്, ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും, ഹനിയൻകുട്ടിന് വേണ്ടിയെങ്കിലും ഞാൻ അച്ഛന്റെ കാല് പിടിക്കാം. കഴിക്കച്ച പ്ലീസ്. ഗംഗേ, സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുക. നീ നോക്കിക്കോ, ഇനി അങ്ങോട്ട് എനിക്കും നിനക്കും ശുക്രനാ. അതേടി മോളെ, ഗജകേസരി യോഗം. അഖിലയുടെ ഇളയച്ചന്റെ പ്രവചനം ഫലിച്ചില്ലെന്നും വേണ്ട, കിളവന് സ്റ്റാർ ആയിക്കോട്ടെ. ചെയ്തില്ലാത്തൊരു ഉപകാരമല്ലേ? നമുക്ക് ഇത്രയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ. ഗുളിക മാറ്റിവെച്ച കാര്യം ചൂടോടെ പ്രിയങ്ക അറിയിക്കണം. പിന്നെ ഫോണൊക്കെ പതുക്കെ നീ നിന്റെ മുറിയിൽ പോയി വിളിച്ചാ മതി. ഇവിടുത്തെ ചുവരുകൾക്ക് വരെ കാതുള്ളതാ. എന്തിന് ജയന്തി കേട്ടാലും മതി. അവൾ പറഞ്ഞില്ലെങ്കിലും അവളുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ കാര്യങ്ങൾ. നീ വാ, ഇനി ഞാൻ ആ സെറ്റിൽ അഖില ഇരിക്കുന്ന പോലെ ഞെളിഞ്ഞിരിക്കട്ടെ. Come on. ഗംഗേ, ചില കൂട്ടുകെട്ടുകൾ വലിയ ചതിക്കുഴികളിലേക്ക് കൊണ്ട് തള്ളിയിടും. നീയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അകപ്പെട്ടു പോയിട്ട് കിടന്ന് കൈയും കാലും അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നന്ദനെ, കുതന്ത്രത്തിലൂടെ നേടിയെടുക്കുന്നതിനൊന്നും അധികം ആയുസ് കാണില്ല. അതാ പ്രകൃതി നിയമം. മരുമകന്റെ കാര്യത്തിലാണെങ്കിലും അതെ. നീ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതല്ലേ, സമയം കിട്ടുമ്പോ അമ്മച്ചിക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കേ. തട്ടിയെടുത്തതും പിടിച്ചു പറിച്ചതും ഒക്കെ നീയാ. അല്ലെങ്കിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത നീ ഈ മണിമാളിക വരെ എത്തില്ലായിരുന്നല്ലോ. ദേ, എന്നെ കൊണ്ട് നിന്റെ പഴയ ചരിത്രമൊന്നും പറയിപ്പിക്കരുത്. രണ്ടെണ്ണം കൂടി കൊമ്പ് കോർത്ത് തുടങ്ങിയെന്നാ തോന്നുന്നേ. ജയന്തി, എന്താ ആന്റി? നമ്മുടെ നാട്ടിലൊക്കെ മോളെ കെട്ടിച്ചു വിട്ട വീട്ടില് കൂടും കുടുക്കയും എടുത്തു വന്ന് കിടക്കുന്ന ശീലമുണ്ടോ? വരും, കാര്യം അന്വേഷിക്കും, പോവും. ശരിയല്ലേടി? അതെ ആന്റി. അത് പറയാൻ നിനക്കെന്താടി അധികാരം? ദേ, എന്നെ നിനക്കറിയില്ല. അമ്മേ, എന്തോ ഇത്? ഇവിടെ പറയുന്നത് കേട്ടില്ലേ? ഇവിടെ ഇന്ന് ഞാൻ... നീ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കാൻ നോക്കുന്നോ? നീ ഒന്ന് തൊട്ടു നോക്കെന്നെ. ഇതെന്താ ചന്ത്? പുറത്തു കേൾക്കാമല്ലോ ഇവിടുത്തെ ബഹളം. ഇത് പാരമ്പര്യവും പ്രൗഢിയുള്ള തൃച്ചംബരത്തെ തറവാടാ. ഒരു കാലത്ത് രാജാധികാരം വരെ ഉണ്ടായിരുന്ന തറവാട്.
ഇതിന് ഇതിന്റേതായ ചിട്ടയും ആചാരക്രമങ്ങളും ഒക്കെ ഉണ്ട്. തറവാടിന് യോജിച്ച ഭാഷയെ ഇവിടെ പറയാൻ പാടുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? തറവാടിത്തം കാണിക്കണമെന്ന്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ഭാഗ്യം അഖില വന്നിട്ടില്ല. വരാത്തത് കാര്യമായി. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കിടന്ന് കോപ്രായം കാണിച്ചേനെ, എല്ലാത്തിന്റെ ചെവിയിലും കിളി പറഞ്ഞേനെ. മഹേശ്വരിയെ ഒതുക്കണം. തൃച്ചംബരത്ത് നിന്നും പോകുന്നതിന് മുൻപേ അവൾ ഈ വിലാസിനിയുടെ യഥാർത്ഥ രൂപം കണ്ടിരിക്കും. നീ വാഗനെ. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മെത്തേഡ്. ലെഡ്ജർ സൂക്ഷിക്കേണ്ട കാര്യം വരുന്നില്ല. മാത്രമല്ല കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ പെർ അവർ അറിയാനും പറ്റും. ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. അപൂർവ സഹോദരങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അച്ഛാ, ഇത് സർപ്രൈസ് ആയി. അച്ഛനെപ്പറ്റി യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒട്ടും നഷ്ടമില്ലാത്തൊരു യാത്ര. അവിടെ കുംഭമേള കണ്ടു. ഗംഭീരം. ആകെ ഐതിഹ്യവും ചരിത്രവും എല്ലാം കൂടെ ഇടകലർന്ന ഒരു പ്രതീതി. അതുപോട്ടെ, ഇളയച്ചൻ വിളിപ്പിച്ച കാര്യം പറയാം. എന്താണ് മുത്തച്ഛന്റെ പുതിയ പ്രവചനം? തൃച്ചംബരത്ത് ഇപ്പൊ ചന്ദ്രദശ കാലമാണെന്നും ശത്രുദോഷങ്ങൾ മരണസൂചന കാട്ടുന്നൊക്കെയാണ് പ്രവചനം. പരിഹാരക്രിയകൾ നമ്മൾ ചെയ്യേണ്ടത് ശ്രീപരമേശ്വരന്റെ സന്നിധിയിൽ തന്നെ വേണമത്രേ. അതുകൊണ്ട് അവിടെ നിൽക്കുകയാകില്ല. അത് ശരി. അപ്പൊ അമ്മേനെ അവിടെ നിർത്തിയിട്ട് അച്ഛൻ കൂടെ ഒറ്റയ്ക്ക് പോന്നു? അതിന്റെ ആവശ്യമുണ്ടായി. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരികെ വരേണ്ടി വന്നു. പരിഹാരക്രിയകളിലൂടെ ഒരു പരിധിവരെ മാത്രമേ മരണഭയം അകറ്റി നിർത്താൻ പറ്റുള്ളൂ എന്നും ഒരപമൃത്യു തൃച്ചംബരത്ത് സംഭവിച്ചിരിക്കുമെന്നാണ് ഇളയച്ചൻ ഉറപ്പിച്ചു പറയുന്നത്. ഇളയച്ചന്റെ പ്രവചനം ശരിയോ തെറ്റോ ആകാം. ഏതായാലും ഒരു കരുതൽ അത് നല്ലതാ. എന്റെ അച്ഛ, ഈ കാലത്ത് ഇതിലൊക്കെ വല്ല അടിസ്ഥാനം ഉണ്ടോ? അടുത്ത ന്യൂ ഇയറിന് ചന്ദ്രനിൽ പോവായിരിക്കും ആളുകള്. അപ്പോഴാണ് ഒരു ചന്ദ്രദശാകാലം. എന്റെ അച്ഛ, ഞാൻ അതല്ല ആലോചിക്കുന്നത്. കോടാനുകോടി മൈലുകൾക്ക് അപ്പുറം, അതും ഭൂമിയിലെ മനുഷ്യർക്ക് ചെന്നെത്താൻ പോലും കഴിയാത്ത മനുഷ്യൻ പേരിട്ട ചൊവ്വാ ഗ്രഹത്തിന് എങ്ങനെയാണച്ചാ ചൊവ്വാ ദോഷത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടക്കാൻ പറ്റുന്നത്? ഞങ്ങളെക്കാൾ വിവരമുള്ള അച്ഛൻ ഇതിന് കൂട്ടുവെക്കുന്നു ആലോചിക്കുമ്പോഴാ. അന്ധമായ ഒരു വിശ്വാസത്തിൻ്റെതല്ല അരവിന്ദ്. ചില അനുഭവങ്ങൾ നമ്മളിൽ ചില വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അത് സത്യം പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ബോധ്യപ്പെടില്ല. ഏതായാലും തൃച്ചംബരത്തെ ഗൃഹനാഥന്റെ പ്രസൻസ് വേണമെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് ഇളയച്ചൻ അയച്ചത്. പിന്നെ ഒരു കാര്യം, അത്യാവശ്യ അവസരങ്ങളിൽ മാത്രം വാഹനങ്ങൾ ഡ്രൈവ് ചെയ്താൽ മതി രണ്ടാളും. ശരി ശരി ശരി. അരവിന്ദ്, മഹേശ്വരി എന്നെത്തി? നന്ദനയുമായി പ്രശ്നമൊന്നുമില്ലല്ലോ?
ഇല്ലച്ച. ഓഹോ, അപ്പം മരുമകന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ എത്തിയതാവും അമ്മായിമ്മ അല്ലേ? എന്തോ പറ്റി അച്ഛാ? അച്ഛന് വേറെന്തോ പറയാനാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, വെറുതെ. അല്ല, എന്തോ ഉണ്ട്. എന്തു പറ്റിച്ച? ഇളയച്ചന്റെ പ്രവചനങ്ങൾ തെറ്റാറില്ല. തൃച്ചംബരത്ത് ഒരു ദുർമരണം പ്രവചിച്ചു കഴിഞ്ഞു. അച്ഛാ, 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 എന്തു പറ്റി അച്ഛാ? ചേച്ചി ഓടി വാ. അച്ഛാ, അച്ഛാ, അയ്യോ. അച്ഛാ, 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 എന്ത് പറ്റി അച്ഛാ? അച്ഛാ, അച്ഛാ, ഇവിടെ പിടിക്ക്. അച്ഛാ, 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 അനിയുടെ നീ പോയി വലിയ കുഞ്ഞിനെ വിളിച്ചിട്ട് വാ. അച്ഛാ, അച്ഛാ, കണ്ണു തുറക്ക്. അച്ഛാ, അച്ഛാ, ഒരു മരണം ഉറപ്പാ. അച്ഛാ, അച്ഛാ, കണ്ണു തുറക്ക്. തുടർമരണം ഇല്ലാതാവാനുള്ള പരിഹാര കർമ്മങ്ങളാ അതിലെ കൊണ്ട് ഇളയച്ചൻ അവിടെ ചെയ്യിപ്പിക്കുന്നു. അച്ഛാ, 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 വലിയ കുഞ്ഞേ, വലിയ കുഞ്ഞേ, വലിയ കുഞ്ഞേ. അനിയൻകുട്ടനാണല്ലോ. അതെ, പോയി നോക്കാം. വലിയ കുഞ്ഞേ, ഡാ, അച്ഛൻ. ദാസേട്ടന് എന്തു പറ്റി അനിയൻകുട്ട? അച്ഛൻ, ദാസന് എന്ത് പറ്റി? അച്ഛൻ ബോധം കെട്ട് വീണു. വല്ലുവിനെ വിളിക്കാൻ ചേച്ചി പറഞ്ഞു. വാ. ചതിച്ചോ ഈശ്വര. അനിയൻകുട്ട, നീ ഡോക്ടറെ വിളിക്ക് പെട്ടെന്ന്. ദേ, വാ. ഹലോ, ഡോക്ടർ അരവിന്ദാണ്. ദാസേട്ടാ, ദാസേട്ടാ, എന്താ ഉണ്ടായത്? ഞാൻ നോക്കുമ്പോ അച്ഛൻ ബോധമില്ലാണ്ട് നിലത്ത് കിടക്കുകയായിരുന്നു. ഏയ് ദാസേട്ടാ,
വിഷമിക്കണ്ട, ഡോക്ടർ ഇപ്പൊ വരും. ദാസേട്ടാ, ദാസേട്ടാ. ആ ശ്രീനിവാസ് പറയൂ. വാട്ട്? സെൻട്രൽ എക്സൈസ് എന്നോ? ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശരി ശരി, ഓക്കെ. ചത്ത് കാണൂ? ഏയ്, ചാവോട് അടുത്ത് കാണും. ഒന്ന് പോയാലോ? അത് വേണ്ട, എല്ലാം കഴിയട്ടെ. എന്നിട്ട് വേണം ഒരു കൃത്രിമ കണ്ണീരും വരുത്തി അവിടെ ചെന്ന് അഭിനയിച്ച് തകർക്കാൻ. ശിവരാമൻ അങ്ങൾ ഇത് ആരെയും വിളിക്കുന്നത്? അജിയായിരിക്കും. ചൂട് വാർത്തയല്ലേ? ഇതെപ്പോഴാ സംഭവിച്ചത്? അത് കുറച്ചു നേരം ആയിട്ടേ ഉള്ളൂ. ഇന്നെന്താ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിച്ചോ? ഇല്ല ഡോക്ടർ. പുറത്തു പോയപ്പോ വല്ലതും കഴിച്ചെന്ന് പറഞ്ഞോ? വല്ല ഫാസ്റ്റ് ഫുഡോ മറ്റോ? ഇല്ല, ഇന്നച്ചും പുറത്തു പോയിട്ടില്ല. ആകെ കഴിച്ചത് ഇവിടെ ഉണ്ടാക്കിയ കഞ്ഞിയാ. പിന്നെ ഇടയ്ക്കൊരു ഗുളിക കഴിച്ചായിരുന്നു. എന്ത് ഗുളിക? അതിങ്ങടുത്തെ നോക്കട്ടെ. ഇതാ. ഇത് എവിടെ നിന്ന് ഗുളിക? മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാ. ദേ, ഇതാ അതിന്റെ ബില്ല്. ഇതിലെഴുതിയിരിക്കുന്ന ടാബ്ലറ്റ് ഒന്നും അല്ലല്ലോ. ഇതൊരു തരം സ്ലോ പോയിസൺ ടാബ്ലറ്റാ. ഭാഗ്യം, ഒന്നേ കഴിച്ചോളൂ. ഒരെണ്ണം കൂടി കഴിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ. ഈശ്വര, ധാരാളം വെള്ളം കൊടുക്കണം. നല്ല റെസ്റ്റ് എടുക്കട്ടെ. 5 മിനിറ്റ് കഴിയുമ്പം ബോധം തെളിയും. പേടിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. ശരി. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. അച്ഛാ, അച്ഛാ. എന്നാ ശരി, ഞാനങ്ങോട്ട്